AM കിച്ചൺ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് കണ്ടല്ലോ, ഞാൻ നട്ടിട്ടുള്ള ചീരയായിരുന്നു. ഇതിലൊരുപാടുണ്ടായിരുന്നു. റിങ്ങിൻ്റെ ഉള്ളിലാണ് ചീര വിത്ത് പാവിയതും മുളപ്പിച്ചതും ഒക്കെ. അപ്പോൾ നമുക്ക് ഈ ചീര ഉപയോഗിച്ച് നല്ലൊരു ചീരത്തോരൻ ഉണ്ടാക്കാം. നല്ല ജൈവ രീതിയിലാണ് ഞാനിത് കൃഷി ചെയ്ത്, ഒട്ടും രാസവളം ചേർത്തിട്ടില്ല. അപ്പോൾ മഴയൊക്കെ ആവുകൊണ്ട് തന്നെ ചീരയിൽ നിറയെ മണ്ണുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുക്കണം. 2-3 പ്രാവശ്യം കഴുകിയതിന് ശേഷം കുറച്ച് സമയം ഞാനിത് വെള്ളത്തിൽ തന്നെ വെച്ചു, ഒന്നുകൂടെ ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് റെഡിയാക്കി അരിഞ്ഞെടുക്കാം. അപ്പോൾ ആ ചീരയൊക്കെ അരിഞ്ഞെടുത്തു. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും വേണം. അപ്പോൾ വലിയ ഉള്ളി ഇതിൽ ചേർക്കരുത്, ചെറിയ ഉള്ളിയാണ് ടേസ്റ്റ് ഉണ്ടാവുക. അത്യാവശ്യം നല്ല രീതിയിൽ വേണം. ഒരു പിടി ചെറിയ ഉള്ളി, ഒരു പിടി വെളുത്തുള്ളി, എരിവിനനുസരിച്ച് പച്ചമുളക്. പിന്നെ നമുക്ക് വേണ്ടത് നാളികേരം ചിരകിയതാണ്. അത് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഒതുക്കിയെടുക്കുക. ഞാനിവിടെ ഒതുക്കണില്ല, ഇതുപോലെ തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിനി ഇത് അടുപ്പത്ത് വെക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടി ഞാൻ സ്റ്റൗ കത്തിച്ച് ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചു. ചൂടായ ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഞാനിതിൽ കടുക് ചേർത്തിട്ടില്ല. ഞാൻ പൊതുവെ ഇലക്കറികളൊന്നും തയ്യാറാക്കിയെടുക്കുമ്പോൾ അതിലേക്ക് കടുക് ചേർക്കാറില്ല. ഇനിയിപ്പോൾ ആവശ്യമുള്ളവർ കടുക് ചേർത്തുണ്ടാക്കുന്നവർ കടുക് ചേർത്തുണ്ടാക്കിക്കോളും. ഞാൻ തയ്യാറാക്കുന്ന രീതിയാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ വെളിച്ചെണ്ണ അത്യാവശ്യം നല്ലൊരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാനിതിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഇതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായി മൂത്ത് പോകുമൊന്നും വേണ്ട, വഴന്ന് വന്നാൽ മതി. ആ പച്ചയ്ക്ക് കടിക്കരുത്, അത്രേ വേണ്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് തോരനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മൾ ഇതുപോലെ ഇതിലേക്ക് തന്നെ ചേർത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. തോരനിലേക്ക് നമ്മൾ എത്ര ഉപ്പാണോ ചേർക്കുന്നത് അത്രയും ഉപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ അധികം ചീരയൊന്നും എടുത്തിട്ടില്ല, അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്തത്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഈ മഞ്ഞൾപ്പൊടി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഞാനിതിലേക്ക് നമ്മൾ ചിരകി മാറ്റി വെച്ചിട്ടുള്ള ആ നാളികേരവും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അതും ഇതിലേക്ക് ഒന്ന് മൂപ്പിച്ചതിന് ശേഷമാണ് ഇതിലേക്ക് ചീര ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കിയെടുത്താൽ നമ്മുടെ ചീരത്തോരൻ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുന്നത്. പിന്നെ നമ്മുടെ ഈ ചാനൽ പുതുതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കണ്ടിട്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഇപ്പോൾ ചീര നമ്മുടെ നാളികേര കൂട്ടും നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും നന്നായി ഒന്ന് വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് ചീരയും കൂടെ ചേർത്ത് കൊടുത്തു. നമ്മളിതിൽ ഓൾറെഡി ഉപ്പൊക്കെ ചേർത്തതാണ്, അപ്പോൾ ഇനി ഒരു ഉപ്പൊന്നും ചേർത്ത് കൊടുക്കണില്ല. അപ്പോൾ അത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് അടച്ച് വെക്കാം. ഈ ചീരയിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വരും. ഇത് വേവാൻ ആവശ്യത്തിനുള്ള നമ്മളിതിൽ വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ മുമ്പ് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചീരയൊക്കെ നന്നായി വെന്ത് അതിൻ്റെ ആ ഒരു പാകത്തിന് വന്നിട്ടുണ്ട്. നല്ല ഇളം ചീര ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് അടുപ്പത്തു നിന്നൊക്കെ മാറ്റി വയ്ക്കാം. നമ്മുടെ അടിപൊളി ചീരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെയൊക്കെ കൂടെ ഇതൊരു കറി മാത്രം മതി. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം.